ജൂനിയർ ഇൻസ്പെക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് capsule notes and other study materials in PDF format. 3000-ലധികം topic wise multiple choice questions with detailed explanation, doubt clearance and mentorship. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. ഓക്കെ, ഇന്ന് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മോഡ്യൂളിൽ നിന്ന് കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബേസിക് ടേംസ്, ജനറലി വോൾട്ടേജ്, കറണ്ട്, പവർ, എനർജി, അങ്ങനത്തെ ബേസിക് ടേംസ്. പിന്നെ ലോസ്, ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, നെറ്റ്വർക്ക് തിയറംസ്, ഡിഫറെന്റ് 4 തിയറംസ് ഉണ്ട്. ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നൊന്നായിട്ട് 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ്, ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മള് മൊത്തത്തില് ഇപ്പം യൂണിവേഴ്സ്, ഹോൾ വേൾഡ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാ മാറ്ററിലും അടങ്ങുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ എല്ലാ മാറ്ററും ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് അല്ലെ. അപ്പോ ആറ്റമിൽ ഉണ്ടായിരിക്കുന്ന എന്തൊക്കെയെന്ന് വെച്ചാൽ പ്രോട്ടോൺ ഉണ്ടാവും, ന്യൂട്രോൺ ഉണ്ടാവും, ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. ഓക്കെ, അവിടെ ഒരു സെൻട്രലില് ഒരു പോസിറ്റീവ് ചാർജ് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ന്യൂക്ലിയസിന് ചുറ്റുമായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടാവുന്നത്. ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിളും ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിളുമാണ്. ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് ഒന്നുമില്ല, ന്യൂട്രോണിന് ചാർജ് കാണില്ല. ഓക്കെ, ഇപ്പോ എപ്പോഴും ഒരു ആറ്റം നമ്മൾ എടുക്കുവാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ആറ്റമിനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആറ്റം എന്ന് പറയും. അല്ലെങ്കിൽ ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ വെൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഇപ്പോ ഒരു ആറ്റമിൽ നിന്ന് ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസിന്റെ നമ്പർ കുറയും. പ്രോട്ടോൺസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇലക്ട്രോൺസിന്റെ നമ്പർ കുറയും, പ്രോട്ടോൺസ് ആയിരിക്കും കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു ബോഡിക്ക് എക്സ്ട്രാ ഇലക്ട്രോൺസ്, പുറമേ നിന്ന് ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. അപ്പം ഇലക്ട്രോൺസ് പുറമേ നിന്ന് അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും ആ ബോഡി എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് ആയിരിക്കും കൂടുതലായിട്ട് അക്വയർ ചെയ്യുന്നത്. കാരണം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഒരു ബോഡിയിൽ നിന്ന് ഇലക്ട്രോൺസ് പോകുമ്പോഴത്തേക്കും പ്രോട്ടോൺസിന്റെ നമ്പർ ആയിരിക്കും കൂടുന്നത്. അപ്പോൾ ആ ബോഡിയെ നമുക്ക് പോസിറ്റീവ് ചാർജ് ബോഡി എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്റ്റേണലി ഇലക്ട്രോൺസിനെ അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും കൂടുന്നത്. സോ അതൊരു നെഗറ്റീവ്ലി ചാർജ് ബോഡി എന്ന് പറയാം. അപ്പോ ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ആൻഡ് എക്സസ് ഓഫ് ഇലക്ട്രോൺസ് വരികയാണെങ്കിൽ അത് നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ബോഡി ആയിരിക്കും. ഓക്കെ, ഇനി ചാർജസ് നമ്മൾ നോക്കുവാണെങ്കിൽ ലൈക്ക് ചാർജസ്, അതായത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരേപോലത്തെ ഉള്ള ചാർജസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അവ റിപ്പൽ ചെയ്ത് പോകും. അതേപോലെ ഓപ്പോസിറ്റ് ചാർജ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അൺലൈക്ക് ചാർജസ് വരികയാണെങ്കിൽ അവ തമ്മിൽ അട്രാക്റ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതൊരു ബേസിക്, നമ്മളൊരു ആറ്റം എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു ആറ്റത്തിന്റെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞു പോയത്. അപ്പോൾ ഒരു ആറ്റം എടുക്കുവാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ന്യൂട്രോൺ എന്ന് പറയുന്നത് ചാർജ് ഒന്നും ഇല്ല, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ, ഇലക്ട്രോൺ നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ ആണ്. എപ്പോഴാണോ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും നമ്പർ ഈക്വൽ ആവുന്നത് ആ സമയത്ത് ആറ്റം വിൽ ബി ഇലക്ട്രിക്കലി ന്യൂട്രൽ. പിന്നെയുള്ളത് ഇലക്ട്രോൺസ് കൂടുതലാവുമ്പോഴത്തേക്കും നെഗറ്റീവ് ചാർജ് ആവും. ഇലക്ട്രോൺസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കുറയുമ്പോഴത്തേക്കും പോസിറ്റീവ്ലി ചാർജ് ബോഡി അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ എന്നാ പറയുന്നത്. പിന്നെയുള്ളത് ലൈറ്റ് ചാർജസ് എപ്പോഴും റിപ്പൽ ചെയ്യും, അൺലൈറ്റ് ചാർജസ് എപ്പോഴും അട്രാക്ട് ചെയ്യും. ഓക്കെ, അപ്പോ ഇലക്ട്രിക് ചാർജിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ പോയിന്റ്സിൽ നിന്നൊക്കെ ഇലക്ട്രിക് ചാർജിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും നമ്പേഴ്സില് അല്ലെങ്കിൽ എമൗണ്ടില് ഒരു ഇംബാലൻസ് വരുമ്പോഴത്തേക്കും അവിടെ ഒരു ഇലക്ട്രിക് ചാർജ് ഉണ്ടാവും.
ഓക്കെ, അപ്പം അതിന്റെ ഡെഫിനിഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് as a result of അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജ് is defined as a result of imbalance between protons and electrons in a body. ഒരു ബോഡിയിൽ പ്രോട്ടോൺസിന്റെയും ഇലക്ട്രോൺസിന്റെയും നമ്പറിൽ ഒരു ഇംബാലൻസ്. ജൂനിയർ ഇൻസ്പെക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ വരുമ്പോഴത്തേക്കുമാണ് ഒരു ചാർജ് അവിടെ ഒക്കറാവുന്നത്. ഇനി ഈ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂംബാണ്. ചാർജിന്റെ യൂണിറ്റ് കൂളൂം. ക്യാപിറ്റൽ C എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ C ആണ് കൂളൂമിനെ റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളൂംബാണ്. അപ്പോ ഒരു പ്രോട്ടോണിന് 1.602 into 10⁻⁻9 കൂളൂംസ് ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു പ്രോട്ടോണിന്റെ ചാർജ് ചോദിക്കുവാണെങ്കിൽ 1.602 into 10⁻⁻19 കൂളൂംസ് ആണ് ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോ 1.6 എന്നും ചിലപ്പോ തന്നിട്ടുണ്ടായിരിക്കും, 1.602 എന്നായിരിക്കില്ല, 1.6 എന്നായിരിക്കും. അതാണെങ്കിലും ഓക്കെയാണ്. അപ്പോ ഒരു പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.602 into 10⁻⁻19 കൂളൂംസും ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് യൂഷ്വലി ഒരു നെഗറ്റീവ് സൈൻ യൂസ് ചെയ്തായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് -1.602 into 10⁻⁻19 കൂളും. ഓക്കെ, അപ്പോ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളും. ക്യാപിറ്റൽ C ഉപയോഗിച്ചാണ് കൂളൂമിനെ റീപ്രസെന്റ് ചെയ്യുന്നത്. പ്രോട്ടോണിന്റെ ചാർജ് പറഞ്ഞു, ഇലക്ട്രോണിന്റെ ചാർജ് പറഞ്ഞു. ഇനി 1 കൂളൂം എന്താണ് എന്നുള്ളത് നോക്കാം. ചിലപ്പോ ഇത് ചോദിക്കും. ഓക്കെ, 1 കൂളൂം എന്ന് പറഞ്ഞാല് 1 ആംപിയർ ഓഫ് കറണ്ട് ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ജനറേറ്റ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് ചാർജ്, അതിനെയാണ് 1 കൂളൂം എന്ന് പറയുന്നത്. ഓക്കെ, 1 ആംപിയർ കറണ്ട് 1 സെക്കൻഡിൽ ഫ്ലോ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ചാർജ്, അതിനെയാണ് 1 കൂളൂംബ് എന്ന് പറയുന്നത്. ഇനി 1 കൂളൂംബ് നമുക്ക് എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? 1 കൂളൂംബ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഈ ചാർജ് ഉണ്ടല്ലോ, സോ 1 ഡിവൈഡഡ് ബൈ ഈ 1.602 into 10⁻⁻19. അപ്പോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 6.24 into 10⁻18 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോ ഓർത്ത് വെക്കേണ്ട രണ്ട് വാല്യൂസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഈ 1.602 into 10⁻⁻19 കൂളൂംസ്, അതായത് ചാർജ് ഓഫ് എ ഇലക്ട്രോൺ അല്ലെങ്കിൽ ചാർജ് ഓഫ് എ പ്രോട്ടോൺ, ആ വാല്യൂ ന്യൂമറിക്കൽ വാല്യൂ ഓർമ്മിച്ച് വെക്കണം. അതുപോലെ ഒരു കൂളൂംബ് എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺസ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഈ ഒരു വാല്യൂ 6.24 into 10⁻18, ഈ രണ്ട് ന്യൂമറിക്കൽ വാല്യൂസും ഒന്ന് കാണാതെ പഠിച്ച് വെച്ചേക്കണം. ഓക്കെ, ചിലപ്പോൾ 1 കൂളൂംബ് ഈക്വൽ ടു ഡാഷ് ഇലക്ട്രോൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡാഷ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്നൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് നമുക്ക് വോൾട്ടേജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പം വോൾട്ടേജ് എന്ന് പറയുന്നത് 2 പോയിന്റിന്റെ അക്രോസ് ആയിട്ട് വരുന്ന ചാർജിന്റെ ഡിഫറൻസ്, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് ഇൻ ചാർജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, അതാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജിനെ യൂഷ്വലി V അല്ലെങ്കിൽ E എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. യൂഷ്വലി വോൾട്ടേജിനെ V അല്ലെങ്കിൽ E എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. EMF വരുമ്പോഴാണ് കൂടുതലായിട്ട് E എന്ന ലെറ്റർ ഉപയോഗിച്ച് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോ ഒരു സർക്യൂട്ടിലെ 2 പോയിന്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ചാർജ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ 2 പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ 2 പോയിന്റിന് ഇൻ ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ്സ് ഉണ്ടല്ലോ, ആ 2 പോയിന്റിന് അക്രോസ് ആയിട്ടുള്ള
ചാർജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വോൾട്ടേജിന് പറയുന്ന വേറെ പേരുകൾ എന്തൊക്കെയാന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയും, ഓക്കെ, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറയും, ഇലക്ട്രിക് പ്രഷർ എന്ന് പറയും, ഇലക്ട്രിക് ടെൻഷൻ എന്നും പറയും. അപ്പൊ അതർ ടേംസ് യൂസ്ഡ് ഫോർ ഡിഫൈനിങ് അല്ലെങ്കിൽ റിപ്രസെന്റിങ് വോൾട്ടേജ് എന്തൊക്കെയെന്ന് ചോദിക്കുവാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഇലക്ട്രിക് പ്രഷർ, ഇലക്ട്രിക് ടെൻഷൻ. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ ഈ 2 പോയിന്റ് പറഞ്ഞല്ലോ, ഒരു പോയിന്റ് ഹയർ പൊട്ടൻഷ്യലിലും മറ്റേ പോയിന്റ്സ് ഒക്കെ ലോവർ പൊട്ടൻഷ്യലിലും ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ഹയർ പൊട്ടൻഷ്യൽ ആൻഡ് ലോവർ പൊട്ടൻഷ്യൽ ഇവര് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇൻ ചാർജ്, അതിനെയാണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പൊ വോൾട്ടേജിനെ റീപ്രസെന്റ് ചെയ്യുന്നത് V അല്ലെങ്കിൽ E ഉപയോഗിച്ചാണ്. ആൻഡ് വോൾട്ടേജിന് പറയുന്ന വേറെ നെയിംസ്, ഓൾട്ടർനേറ്റ് നെയിംസ് ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF, ഇലക്ട്രിക് പ്രഷർ അല്ലെങ്കിൽ ഇലക്ട്രിക് ടെൻഷൻ. ഓക്കെ, ഇനി നമ്മൾ വോൾട്ടേജ് എന്താണെന്ന് പറഞ്ഞു. വോൾട്ടേജിന്റെ യൂണിറ്റ് എന്താണ്? വോൾട്ടേജിനെ യൂഷ്വലി റിപ്രസെന്റ് ചെയ്യുന്നത് വോൾട്ട്, VOLT അല്ലെങ്കിൽ ക്യാപിറ്റൽ V ആയിരിക്കും വോൾട്ടേജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. വോൾട്ടേജിന്റെ യൂണിറ്റ് യൂഷ്വലി ഐദർ നമ്മൾ വോൾട്ട് എന്ന് എടുക്കും അല്ലെങ്കിൽ ക്യാപിറ്റൽ V ഉപയോഗിച്ചും വോൾട്ടേജിനെ റിപ്രസെന്റ് ചെയ്യും. ഇനി വോൾട്ടേജിന് വേറൊരു ഡെഫിനിഷൻ കൂടെ ഇവിടെ പറയുന്നുണ്ട്, വർക്ക് ഡൺ ബൈ ചാർജ്, റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ദി ചാർജ്, അത് വോൾട്ടേജ് ആണ്. ഓക്കെ, അപ്പോ ഒരു ചാർജിനെ 2 പോയിന്റിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ടല്ലോ. സോ ആ വർക്ക് ഡൺ ഫോർ മൂവിങ് ദിസ് ചാർജ്, അപ്പൊ വർക്ക് ഡൺ ബൈ ചാർജ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വോൾട്ടേജിന് ഒരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു വോൾട്ട് അല്ലെങ്കിൽ V, വോൾട്ടിനെയാണ് ക്യാപിറ്റൽ V എന്ന ലെറ്റർ ഉപയോഗിച്ച് റീപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയും വേറെ യൂണിറ്റുകൾ ഉപയോഗിച്ച് റീപ്രസെന്റ് ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് നോക്കാം, വർക്ക് ഡൺ, വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ചാർജിന്റെ യൂണിറ്റ് കുളൂംബ് ആണ്. അപ്പോ വോൾട്ടേജിന് നമുക്ക് എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? ജൂൾ പെർ കുളൂംബ്. ഒരു വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ കുളൂംബ് ആണ്. അപ്പം ഇതും ചോദിക്കാം, 1 വോൾട്ട് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പം ഇതും ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഒരു വോൾട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ കുളൂംബ്. കാരണം വോൾട്ടേജിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ചാർജ്. വർക്കിന്റെ യൂണിറ്റ് ജൂളും ചാർജിന്റെ യൂണിറ്റ് കുളൂംബും ആണ്. അങ്ങനെയാണ് ജൂൾ പെർ കുളൂംബ് എന്ന് വരുന്നത്. ഇനി ആ ഡിഫറൻസ് ഇൻ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെങ്കിൽ കറണ്ടും 0 ആയിരിക്കും. ഇലക്ട്രോൺസ് അവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ ഒന്നും സംഭവിക്കില്ല. സോ കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കുന്ന സമയത്ത് കറണ്ട് ഫ്ലോയും 0 ആയിരിക്കും, അല്ലെങ്കിൽ കറണ്ടും 0 ആയിരിക്കും. ഓക്കെ, അപ്പോ വോൾട്ടേജിന്റെ ഓൾട്ടർനേറ്റ് നെയിംസ് നോക്കുക. അതേപോലെ യൂണിറ്റ് ഓർത്ത് വയ്ക്കുക. 1 വോൾട്ടിനെ എങ്ങനെ റീപ്രസെന്റ് ചെയ്യും എന്നുള്ളത് നോക്കി വയ്ക്കുക. ഓക്കെ, അടുത്തത് ഇലക്ട്രിക് കറണ്ട്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് എന്ന് പറയുന്നത് ഫ്ലോ ഫ്രീ ഇലക്ട്രോൺസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ഇലക്ട്രിക് കറണ്ട്. അപ്പം ഇലക്ട്രോൺസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾസ് ആണ്. യൂഷ്വലി കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് ഒരു ബാറ്ററി എടുക്കുവാണെങ്കിൽ നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലോട്ടായിരിക്കും കറണ്ട് ഫ്ലോ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി ടുവേർഡ്സ് ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. ഇനി കറണ്ടിനെ എങ്ങനെ റീപ്രസെന്റ് ചെയ്യാം? കറണ്ടിന്റെ യൂണിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, വോൾട്ടേജ് നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ ബൈ ചാർജ് എന്നാണ് വോൾട്ടേജിനെ റീപ്രസെന്റ് ചെയ്തത്. അതുപോലെ തന്നെ കറണ്ടിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് വെച്ചാൽ, ഒരു കണ്ടക്ടർ വഴി ഒരു അല്ലെങ്കിൽ T സെക്കൻഡ്സിൽ, T എന്ന് പറയുന്ന ടൈം പീരീഡിൽ എത്ര എമൗണ്ട് ഓഫ് ചാർജ് ആണ് ഒരു കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്നത്, അതിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കറണ്ട് കൂടുതലൊന്നും നോക്കണ്ട. കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം. Q എന്ന് പറയുന്നത് ചാർജ് ആണ്, T എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. സോ കറണ്ട് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഓക്കെ, ഇനി കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. ആംപിയർ മാത്രമല്ല, ഒരു യൂണിറ്റും കൂടെ കറണ്ടിന് നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ചാർജ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞു. ചാർജിന്റെ യൂണിറ്റ് എന്താ? കുളൂംബ് ആണ്. ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് ആണ്. സോ ഒരു ആംപിയറിനെ 1 കുളൂംബ് പെർ സെക്കൻഡ് എന്നും റീപ്രസെന്റ് ചെയ്യാം. ഇതും ചോദിക്കാൻ സാധ്യതയുണ്ട്.
1 ആംപിയർ ഈക്വൽ ടു എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഫോർമുല, ചാർജ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു കറണ്ട്. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, 1 ആംപിയർ എന്ന് പറയുന്നത് ഈ രണ്ട് ക്വാണ്ടിറ്റീസിന്റെയും യൂണിറ്റ്സ് ഒന്ന് ഓർമ്മിച്ചു വെക്കുക. ചാർജ് കൂടുമ്പോൾ ടൈം സെക്കൻഡ്. വോൾട്ടേജിന്റെ ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. അപ്പൊ ജൂൾ പെർ കൂളൂം, അതാണ് വോൾട്ടേജിന്റെ. കറണ്ടിന്റെ കൂളൂം പെർ സെക്കൻഡ്. നെക്സ്റ്റ്, നമ്മളിപ്പോ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എ സിയും ഡി സിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. എ സി എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടും ഡി സി എന്ന് പറയുന്നത് ഡയറക്റ്റ് കറണ്ടുമാണ്. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്താ, ഡയറക്റ്റ് കറണ്ട് എന്താ എന്നുള്ളത് നോക്കാം. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാല് ഈ ഇലക്ട്രിക് ചാർജ് ഉണ്ടല്ലോ, റിവേഴ്സ് ഡയറക്ഷനിൽ പീരിയോഡിക് ആയിട്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ഇലക്ട്രിക് ചാർജ് ഈ പറയുന്ന പോലെ ഇതുപോലെ പീരിയോഡിക് ആയിട്ട് ഇൻക്രീസും ഡിക്രീസും ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ ആ കറണ്ടിനെ എ സി കറണ്ട് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പോ പർട്ടിക്കുലർ, അതായത് ഫിക്സഡ് ടൈം ഇന്റർവെല്ലിലായിരിക്കും ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോർമലി എടുക്കുവാണെങ്കിൽ, ഇപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും എടുക്കുവാണെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ വേരിയേഷൻ ഇങ്ങനെയാണ്. 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു മാക്സിമം വാല്യൂയിൽ എത്തിയിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, 0-യിലോട്ട് വരുന്നു. നെക്സ്റ്റ് റിവേഴ്സ് ചെയ്തിട്ട് പോസിറ്റീവ് സൈഡിൽ അല്ലെങ്കിൽ പോസിറ്റീവ് ഡയറക്ഷനിൽ എങ്ങനെയാണോ വേരി ചെയ്തത് അതേപോലെ തന്നെ റിവേഴ്സ് ഡയറക്ഷനിലും വേരി ചെയ്യും. അതായത് ഇവിടെ 0-യിൽ എത്തുന്നു, നെഗറ്റീവ് മാക്സിമത്തിൽ എത്തുന്നു, ഇത് നെഗറ്റീവ് മാക്സിമം, വീണ്ടും 0-യിലോട്ട് പോകുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, 0-യിൽ നിന്ന് പോസിറ്റീവ് മാക്സിമം എത്തുന്നു, പോസിറ്റീവ് മാക്സിമത്തിൽ നിന്ന് വീണ്ടും 0-യിൽ എത്തുന്നു. നെക്സ്റ്റ് വീണ്ടും എന്ത് ചെയ്യുന്നു, 0-യിൽ നിന്ന് നെഗറ്റീവ് മാക്സിമം, പിന്നെ 0, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഈ സൈക്ലിങ്ങിന് റിപ്പീറ്റഡ്ലി കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. സോ ഓൾട്ടർനേറ്റീവ് കറണ്ട് 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, മാക്സിമത്തിൽ റൈസ് ചെയ്യുന്നു, 0-യിലോട്ട് വരുന്നു, വീണ്ടും അതേ സംഭവം തന്നെ ഇപ്പൊ നടന്നത് തന്നെ റിവേഴ്സിലും സംഭവിക്കുന്നു. അപ്പൊ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞാല് എന്താണ്, ചാർജ് പീരിയോഡിക്കലി റിവേഴ്സ് ഡയറക്ഷനിൽ പൊക്കോണ്ടിരിക്കുവാണെങ്കിൽ, പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്ത് പൊക്കോണ്ടിരിക്കുവാണെങ്കിൽ അതിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ചാർജിന്റെ ഫ്ലോ ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മള് കറണ്ടും ടൈം പീരിയഡും എടുക്കുവാണെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുന്നുള്ളൂ. സോ ഇതിനെയാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഒറ്റ ഡയറക്ഷൻ, സിംഗിൾ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ യൂണി ഡയറക്ഷണൽ കറണ്ട് എന്ന് പറയാം. ഓക്കെ, സിംഗിൾ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് യൂണി ഡയറക്ഷണൽ കറണ്ട് എന്ന് പറയാം. അപ്പൊ ഇതാണ് എ സി വേഴ്സസ് ഡി സി, ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വേഴ്സസ് ഡയറക്റ്റ് കറണ്ട്. നെക്സ്റ്റ്, റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് എന്താണ്, ഒരു മെറ്റീരിയൽ അതുവഴിയുള്ള കറണ്ട് ഫ്ലോയിന് ഒപ്പോസ് ചെയ്യുവാണെങ്കിൽ ആ മെറ്റീരിയലിന്റെ ആ പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിന് കറണ്ട് ഫ്ലോ നടക്കുമ്പോഴത്തേക്കും ആ കറണ്ട് ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി, അതാണ് റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റീരിയൽ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിനെ യൂഷ്വലി നമ്മൾ ഇങ്ങനെയാണ് ഈ സിമ്പിൾ ഉപയോഗിച്ച് റിപ്രസെന്റ് ചെയ്യുന്നത്. R എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഇലക്ട്രിക്കലില് റെസിസ്റ്റൻസ് റിപ്രസെന്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. ഓക്കെ, ഇനി എങ്ങനെയൊക്കെ ഈ പറയുന്ന പോലെ റെസിസ്റ്റൻസ് എന്തൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നോക്കാം. ആൻഡ് ഈ പോയിന്റും ഒന്ന് ഓർമ്മിച്ചു വയ്ക്കുക, കാരണം ഓപ്ഷൻ ആയിട്ട് ഇതൊക്കെ ചോദിക്കാം. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോ ഈ ഒരു ഫോർമുല അതിനായിട്ട് നമുക്കൊന്ന് നോക്കാം. റെസിസ്റ്റൻസ് ഇസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഒരു മെറ്റീരിയലിന്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, അതാണ് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു L/A. ഈ ഒരു ഫോർമുല ഓർമ്മിച്ചു വെക്കാം. അപ്പം റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ലെങ്തും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും. അപ്പൊ ലെങ്തും ഏരിയ എടുക്കുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതായത് നമുക്ക് R എടുക്കുമ്പോൾ R ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു 1/A. അതായത് നമുക്ക് ഇതിനെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയാം.
അതുമാത്രമല്ല റെസിസ്റ്റൻസ് കണ്ടക്ടർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കണ്ടക്ടറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുമാത്രമല്ല ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റും ആണ്. അപ്പൊ റെസിസ്റ്റൻസ് കണ്ടക്ടറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതുമാത്രമല്ല ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റുമാണ്. ഇനി ഇവിടെ നമ്മൾ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ടല്ലോ, R ഈസ് പ്രൊപ്പോർഷണൽ ടു L/A എന്നാണ് ഇട്ടത്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈനിനെ ഒരു കോൺസ്റ്റന്റ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എലിമിനേറ്റ് ചെയ്തിട്ട് പകരം നമുക്കൊരു കോൺസ്റ്റന്റ് ഇടാം. അപ്പൊ ഇക്വേഷൻ എങ്ങനെ മാറും? ഈ ഇക്വേഷൻ ഈ ഒരു രീതിയിൽ മാറും. R ഈക്വൽ ടു റോ ഇൻറ്റു L/A. അപ്പൊ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി പകരം ഈക്വൽ ടു ഇട്ടു, ഒരു കോൺസ്റ്റന്റും ഇട്ട് കൊടുത്തു. ആ കോൺസ്റ്റന്റിനെ റോ എന്നാ എടുക്കുന്നത്. അപ്പൊ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L/A. റോ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോ റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റീരിയൽ. ആൻഡ് ഈ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ആണ് ഓം മീറ്റർ. എന്തുകൊണ്ട് ഓം മീറ്റർ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇതിൽ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് റോ എങ്ങനെ എഴുതാൻ പറ്റും? റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു ഈ ഏരിയ ഇപ്പുറത്തോട്ട് പോകും. അപ്പം R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമുലയിൽ നിന്ന് നമ്മൾ റോ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ റോ എന്ന് പറയുമ്പോഴത്തേക്ക് റോ എടുക്കുമ്പോൾ A ഇപ്പുറത്തോട്ട് പോകും. A ഡിനോമിനേറ്ററിൽ കിടക്കുന്നതുകൊണ്ട് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ന്യൂമറേറ്ററിൽ വരും. R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L എന്ന് വരും. ഇനി ഇതിന്റെ യൂണിറ്റ്സ് നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താ? ഓം ആണ്. ഏരിയ നമ്മൾ മീറ്റർ സ്ക്വയർ ഉപയോഗിച്ചാണ് ഏരിയയെ റിപ്രസെന്റ് ചെയ്യുന്നത്. ലെങ്തിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഒരു മീറ്റർ സ്ക്വയറും ഈ മീറ്ററും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? ഓം മീറ്റർ എന്നാ കിട്ടുന്നത്. സോ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ്, റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം മീറ്റർ ആണ്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് എന്താണ്? യൂണിറ്റ് എന്താണ്? റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കിട്ടും. സ്പെസിഫിക് റെസിസ്റ്റിവിറ്റി എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? അതിന്റെ യൂണിറ്റ്. ഇത്രയും കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ലോസിലോട്ട് പോവാം. ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എപ്പോഴും ഒരു കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒരു സിമ്പിൾ സർക്യൂട്ട് എടുത്തിരിക്കുകയാണ്. ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ വോൾട്ടേജിനെ വി എന്നും അതുവഴി ഫ്ലോ ചെയ്യുന്ന ക്ലോസ് ലൂപ്പ് ആയതുകൊണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഐ എന്നുമാണ് എടുത്തേക്കുന്നത്. അപ്പൊ വി എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിന്റെ രണ്ട് എൻഡിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ്. ഐ എന്ന് പറയുന്നത് കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ്. ഇനി ഓംസ് ലോ എന്താ പറയുന്നത്? ഓംസ് ലോ പറയുന്നത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആയിരിക്കുന്ന സമയത്ത് കണ്ടക്ടർ വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാ പറയുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: കറണ്ട് ഇസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ്. ഇനി വീണ്ടും നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ എലിമിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇട്ട് കൊടുക്കുന്നു. ആ കോൺസ്റ്റന്റ് വേറൊന്നുമല്ല, റെസിസ്റ്റൻസ് ആണ്, കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണ്. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റിയിട്ട് നമുക്ക് ബി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്ന് എടുക്കാം. വോൾട്ടേജ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പം ഈ ഒരു ഫോർമുല ഓർമ്മിക്കുക. ഇത് പല രീതിയിൽ ചോദിക്കാം. ഇപ്പം പല ഫോർമുലകൾ തന്നിട്ട് വിച്ച് എമംഗ് ദം ഇസ് കറക്റ്റ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ ഒരു ഫോർമുല ഓർമ്മിച്ച് വെക്കാം. ഇവിടെ വി എന്ന് പറയുന്നത് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു എൻഡ്സ് ഓഫ് ദി കണ്ടക്ടർ. ഐ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കണ്ടക്ടർ. ആർ ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ. ഇനി ഈ ഫോർമുലയിലുള്ള ടേംസ് ഉണ്ടല്ലോ, വിയും ഐയും ആറും തമ്മിലുള്ള റിലേഷൻ കണ്ടെത്താനാണ് ഓംസ് ലോ ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പൊ മേളില് വോൾട്ടേജ് വരുന്നു, ഇവിടെ കറണ്ട് വരുന്നു, റെസിസ്റ്റൻസ് വരുന്നു. ആൻഡ് ഇത് വെച്ചിട്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസും ഒക്കെ കണ്ടുപിടിക്കാം. അപ്പൊ വി ഈസ് ഈക്വൽ ടു ഐ ആർ. കറണ്ടും റെസിസ്റ്റൻസും തന്നിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. ഇനി അഥവാ കറണ്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടെങ്കിൽ കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കറണ്ട് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. വി ഡിവൈഡഡ് ബൈ ആർ ആണ് കറണ്ട്. ഓക്കെ, വി ഡിവൈഡഡ് ബൈ ആർ ആണ് കറണ്ട്. അതായത് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ മേളിൽ വി ആണ്, താഴെ ആർ ആണ്. അപ്പൊ വി ബൈ ആർ, നടുക്കൊരു പാർട്ടീഷൻ എന്നുള്ള രീതിയിലുണ്ടല്ലോ. അപ്പൊ വി ബൈ ആർ ആണ് കറണ്ട്.
ഇനി അഥവാ നമുക്ക് റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ഐ എന്ന് എടുക്കാം. വി ഡിവൈഡഡ് ബൈ ഐ. അപ്പൊ ഈ 3 ഫോർമുല ഒരെണ്ണം പഠിച്ചാൽ തന്നെ ബാക്കി 2 ചെയ്യാൻ പറ്റും. എന്നാലും ഈ 3 ഫോർമുലയും അത്യാവശ്യം പഠിച്ചു വെച്ചേക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഓംസ് ലോ. ഇതിൽ ഈ ഒരു പോയിന്റ് സ്പെസിഫിക് ആയിട്ട് ഓർമ്മിച്ചു വെക്കുക. ടെമ്പറേച്ചർ റിമൈൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഓർമ്മിച്ചു വെക്കണം. കാരണം കണ്ടീഷൻ ചിലപ്പം ചോദിക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് ഇലക്ട്രിക്കൽ പവർ എന്താണെന്ന് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അതിനെയാണ് പവർ എന്ന് പറയുന്നത്. ജനറലി നമ്മൾ പവറിനെ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് എന്നായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്. പവറിനെ പി എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. പവർ ഇസ് റിപ്രസെന്റഡ് യൂസിങ് ദ ലെറ്റർ പി ആൻഡ് പവർ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഇറ്റ് ഇസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ആൻഡ് ഈ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട്സ് ആണ്. വാട്ട് യൂണിറ്റ്, ഇലക്ട്രിക്കൽ പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. പവർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് വാട്ട് മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഇലക്ട്രിക്കൽ പവർ ആണെങ്കിൽ നമ്മൾ വാട്ട് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ് ഇലക്ട്രിക്കൽ പവറിനെ റീപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷെ മെക്കാനിക്കൽ പവർ ഉണ്ടല്ലോ, പവറാണ്, മെക്കാനിക്കൽ പവറിനെ ഹോഴ്സ് പവറിലായിരിക്കും യൂഷ്വലി റീപ്രസെന്റ് ചെയ്യുന്നത്. അതായത് മോട്ടോർ അല്ലെങ്കിൽ എഞ്ചിനിൽ മെക്കാനിക്കൽ പവർ റിപ്രസെന്റ് ചെയ്യുന്നത് HP ഹോഴ്സ് പവറിലാണ്. അപ്പൊ ഹോഴ്സ് പവർ എന്താണ്, എങ്ങനെയാണ് റിലേഷൻ എന്നൊക്കെയുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം പവർ എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, യൂണിറ്റ് വാട്ട് ആണ്. വാട്ട് മീറ്റർ ഉപയോഗിച്ചാണ് പവറിനെ മെഷർ ചെയ്യുന്നത്. പവർ P എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് പവറിനെ റിപ്രസെന്റ് ചെയ്യുന്നത്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് പവർ. പവർ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. ഇനി നമ്മൾ നേരത്തെ ഓംസ് ലോ പഠിച്ചു. ഓംസ് ലോയ്ക്ക് അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ എന്നാണ് ഓംസ് ലോ പറയുന്നത്. വി ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ആൻഡ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് പവർ നമുക്ക് പല രീതിയിലും റീപ്രസെന്റ് ചെയ്യാം. പവർ എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ. വോൾട്ടേജും റെസിസ്റ്റൻസും വെച്ച് റീപ്രസെന്റ് ചെയ്യാം, കറണ്ടും റെസിസ്റ്റൻസും വെച്ച് റീപ്രസെന്റ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും പവറിനെ നമുക്ക് റീപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഡിഫറെന്റ് വേസ് ഓഫ് റീപ്രസെന്റിങ് പവർ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ്. ഇതിൽ നിന്ന് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞു, ഓംസ് ലോ നോക്കിയപ്പോഴത്തേക്കും പറഞ്ഞായിരുന്നു, കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്കിവിടെ പവർ ഇക്വേഷൻ എന്താ? പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ ആണ്. പവർ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അപ്പോഴേ ഈ ഐക്ക് പകരം നമുക്ക് വി ബൈ ആർ ഇട്ട് കൊടുക്കാം. ഐക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുക്കാം. അപ്പൊ ഐക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ കിട്ടും? ഇപ്പൊ ഇവിടെയാണ് അത് കാണിച്ചേക്കുന്നത്. ഐക്ക് പകരം വി ഡിവൈഡഡ് ബൈ ആർ, പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇതില് വി ഇൻറ്റു ഐക്ക് പകരം നമ്മൾ വി ബൈ ആർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ വിക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുക്കും, ഐക്ക് പകരം വി ബൈ ആർ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? വി ഇൻറ്റു വി ഡിവൈഡഡ് ബൈ ആർ. വി ഇൻറ്റു വി എന്താണ്? വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കിട്ടും. ഇത് പവർ കണ്ടുപിടിക്കാനുള്ള വേറൊരു ഫോർമുല. ചിലപ്പോൾ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ടാവില്ല, വോൾട്ടേജും റെസിസ്റ്റൻസും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ, യൂണിറ്റ് വാട്ട്സ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വോൾട്ടേജ് തന്നിട്ടില്ല എന്ന് വിചാരിക്കാം. വോൾട്ടേജ് തന്നിട്ടില്ല. അപ്പൊ വീണ്ടും പവറിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ്. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ വി ഇൻറ്റു ഐ ആണ്. പക്ഷെ നമുക്ക് വി അറിയാം, വി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഈ വാല്യൂ ഇതിലോട്ട് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ, പി എന്ത് കിട്ടും? പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ എന്ന് കിട്ടും. കറണ്ടിന് വോൾട്ടേജിന് പകരം, ഈ വോൾട്ടേജിന് പകരം എന്ത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്ന് ഇട്ട് കൊടുക്കുന്നു. പി ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ. അപ്പൊ വീണ്ടും ഇവിടെ രണ്ട് കറണ്ട് ഉണ്ട്, ഐ ഇൻറ്റു ഐ. ഐ ഇൻറ്റു ഐ നമുക്ക് എന്ത് കിട്ടും? ഐ സ്ക്വയർ ഇൻറ്റു ആർ എന്ന് കിട്ടും. അപ്പൊ പവർ വേറെ രണ്ട് രീതിയിലും ചെയ്യാം. വോൾട്ടേജ് തന്നിട്ടില്ലെങ്കിൽ ഐ സ്ക്വയർ ആർ എന്നുള്ള ഫോർമുല ഇടാം. കറണ്ട് തന്നിട്ടില്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ എന്നുള്ള ഫോർമുല ഇടാം. പ്രോബ്ലംസ് ഒക്കെ ഇതിനെ ബേസ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, അടുത്തത് എനർജിയാണ്. എനർജി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു ഡു വർക്ക്, അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ വേറൊന്നുമില്ല, ഓർമ്മിച്ച് വെക്കാൻ എളുപ്പമുള്ളത് പവർ ഇൻറ്റു ടൈം ആണ് എനർജി. ഈ ഒരു ഫോർമുല ഒന്ന് ഓർമ്മിച്ച് വെക്കുക. എനർജി ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. അപ്പം ഒരു ബോഡിയുടെ
കപ്പാസിറ്റി ടു ഡു വർക്ക്, അതിനെയാണ് എനർജി എന്ന് പറയുന്നത്. ഇപ്പൊ എനർജിയെ പവർ ഇൻറ്റു ടൈം എന്നാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. എനർജിയുടെ യൂണിറ്റ് അല്ലെങ്കിൽ എനർജി യൂഷ്വലി റീപ്രസെന്റ് ചെയ്യുന്നത് ജൂൾ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വാട്ട് അവർ എന്നൊക്കെ ആയിരിക്കും എനർജിയുടെ യൂണിറ്റ്സ് വരുന്നത്. ഐദർ ജൂൾ എന്ന് റീപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്ട് അവർ എന്ന് റീപ്രസെന്റ് ചെയ്യാം, കിലോ വാട്ട് അവർ എന്ന് റീപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എനർജി മെഷർ ചെയ്യുന്നത് എനർജി മീറ്റർ എന്ന ഡിവൈസ് ഉപയോഗിച്ചാണ്. അപ്പൊ നമ്മുടെ കമേഴ്ഷ്യൽ ഇലക്ട്രിക്കൽ എനർജിയുടെ നമ്മുടെ വീടുകളിൽ മീറ്റർ റീഡിംഗ് എടുക്കുമല്ലോ. അപ്പൊ മീറ്റർ റീഡിംഗ് എടുക്കുന്നത് എപ്പോഴും കിലോ വാട്ട് അവറിലായിരിക്കും, കിലോ വാട്ട് അവർ. അപ്പൊ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഇതും ഒന്ന് ഓർമ്മിച്ച് വെക്കുക. കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത് കിലോ വാട്ട് അവർ. ഓക്കെ, ഇനി എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം എന്ന് പറഞ്ഞു. ഓക്കെ, പവർ നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ എനർജി എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം എന്ന് റിപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇ ഈസ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം. പവറിന് പകരം വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇട്ടു. അപ്പോ എനർജി ഒരു രീതിയിൽ റിപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം എന്ന് റിപ്രസെന്റ് ചെയ്യും. വീണ്ടും ഓംസ് ലോ അനുസരിച്ച് V ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണല്ലോ. V ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ. ഓംസ് ലോ അനുസരിച്ച് V ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആർ ആണ്. ഓക്കെ, ഐ ഇൻറ്റു ആർ ആണ്. ഇനി ഈ വിക്ക് പകരം ഐ ഇൻറ്റു ആർ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കിയാൽ, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. വിക്ക് പകരം ഐ ഇൻറ്റു ആർ ഇട്ടാൽ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? ഐ ഇൻറ്റു ആർ ഇൻറ്റു ഐ ഇൻറ്റു ടി. അപ്പൊ രണ്ട് ഐ ഉണ്ട്, അപ്പൊ നമുക്ക് ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ഇനി ഇതേ ഇക്വേഷനിൽ വോൾട്ടേജും ടൈമും ഉണ്ട്, കറണ്ട് ഇല്ല, റെസിസ്റ്റൻസും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ കറണ്ടിനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് എങ്ങനെ റിപ്രസെന്റ് ചെയ്യാം? ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആണ്. ഐ ഈസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ. വീണ്ടും വി ഇൻറ്റു ഐ ഇൻറ്റു ടി. അതിന് ഐ ഈക്വൽ ടു വി ബൈ ആർ ഇടുമ്പോൾ എന്ത് കിട്ടും? വി ഇൻറ്റു വി ബൈ ആർ ഇൻറ്റു ടി എന്ന് കിട്ടും. വീണ്ടും വി ഇൻറ്റു വി, വി സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇതിനെ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് എഴുതാം. വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് വേസ് എനർജി റീപ്രസെന്റ് ചെയ്യാനുള്ള പല ഫോർമുലകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം എനർജി എന്ന് പറയുന്നത് വി ഇൻറ്റു ഐ ഇൻറ്റു ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ ഐ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി എന്ന് എഴുതാം, അല്ലെങ്കിൽ വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി എന്ന് എഴുതാം. ഇത് ഫോർമുല ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ബേസ് ചെയ്തും വാല്യൂസ് തന്നിട്ട് എനർജി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാനോ ചോദിക്കാം. അപ്പോ എനർജിയുടെ യൂണിറ്റ് ജൂൾ അല്ലെങ്കിൽ കിലോ വാട്ട് അവർ, വാട്ട് അവറിലും റീപ്രസെന്റ് ചെയ്യാം കേട്ടോ. കിലോ വാട്ട് അവർ, വാട്ട് അവർ ഒക്കെ എനർജിയുടെ യൂണിറ്റ് ആണ്. ഇനി കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് പവർ ഇൻ കിലോ വാട്ട് ഇൻറ്റു ടൈം ഇൻ അവേഴ്സ് ആണ്. ഓക്കെ, കിലോ വാട്ട് അവർ. അപ്പൊ വാട്ട് എന്ന് പറയുന്നത് പവറും അവർ എന്ന് പറയുന്നത് ടൈമും അല്ലേ. അപ്പൊ പവർ ഇൻറ്റു ടൈം എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ പവർ കിലോ വാട്ടിലും ടൈം അവറിലും റിപ്രസെന്റ് ചെയ്യുമ്പോഴാണ് കിലോ വാട്ട് അവർ എന്ന് കിട്ടുന്നത് എനർജിയുടെ യൂണിറ്റ്. പിന്നെ കമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കിലോ വാട്ട് അവർ ആണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ഇലക്ട്രിക്കൽ പവർ വാട്ടിലാണ് റിപ്രസെന്റ് ചെയ്തത്, മെക്കാനിക്കൽ പവർ ഹോഴ്സ് പവറിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, ഒരു വാട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 1 വാട്ട് എന്ന് പറയുന്നത് 1 ജൂൾ പെർ സെക്കൻഡ് ആണ്. ഇനി ഇലക്ട്രിക്കൽ പവർ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ്. പവർ എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ പവറിന്റെ യൂണിറ്റ് ഹോഴ്സ് പവറിലാണ്, HP അല്ലെങ്കിൽ ഹോഴ്സ് പവറിലാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഹോഴ്സ് പവറിനെ HP യെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നിതാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും, IHPയും BHP. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്താണ്, ബ്രേക്ക് ഹോഴ്സ് പവർ എന്താണെന്ന് നോക്കാം. ആൻഡ് അതിന്റെ വാല്യൂസും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഒരു എൻജിൻ അല്ലെങ്കിൽ പമ്പ് അല്ലെങ്കിൽ മോട്ടോർ അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവർ, അതിനെയാണ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. IHP ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. ഇനി ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ മോട്ടോറിന്റെ ഷാഫ്റ്റില് ഉണ്ടാകുന്ന യൂസ്ഫുൾ പവർ, അതിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്, BHP. ഓക്കെ, ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് BHP.
അപ്പം ഹോഴ്സ് പവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എഞ്ചിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവർ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ആ ഒരു യൂസ്ഫുൾ പവറിനെയാണ് ഷാഫ്റ്റിൽ അവൈലബിൾ ആവുന്ന യൂസ്ഫുൾ പവറിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ബ്രേക്ക് ഹോഴ്സ് പവറിനെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എപ്പോഴും ബ്രേക്ക് ഹോഴ്സ് പവറിനെക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി മെക്കാനിക്കൽ പവറും ഇലക്ട്രിക്കൽ പവറും തമ്മിലുള്ള റിലേഷൻ, അതായത് നമ്മൾ ഇവിടെ ബ്രേക്ക് ഹോഴ്സ് പവർ എന്നൊക്കെ പറഞ്ഞല്ലോ, HP പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ HP-യും വാട്ടും തമ്മിലുള്ള ആ ഒരു റിലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാം. അപ്പം ബ്രിട്ടീഷ് ഹോഴ്സ് അതായത് ബ്രിട്ടീഷ് യൂണിറ്റ്സിലും മെട്രിക് യൂണിറ്റ്സിലും ഉണ്ട്. ബ്രേക്ക് ഹോഴ്സ് പവർ ആണെങ്കിലും അല്ലെങ്കിൽ ഹോഴ്സ് പവർ ബ്രിട്ടീഷ് യൂണിറ്റിലും ഉണ്ട്, മെട്രിക് യൂണിറ്റിലും ഉണ്ട്. ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടും ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്. അപ്പൊ ഇത് രണ്ടും മിക്കവാറും ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ടെക്നിക്കൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എത്രയാണ് അല്ലെങ്കിൽ മെട്രിക് ഹോഴ്സ് പവർ എത്രയാണ് എന്നുള്ളത് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പം ഈ വാല്യൂസ് ഒന്ന് നോക്കി വെക്കാം. ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടും മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 735.5 വാട്ട്. ഇപ്പൊ ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും ബ്രിട്ടീഷ് ഹോഴ്സ് പവർ ആണെങ്കിൽ 746 ഇട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. മെട്രിക് ഹോഴ്സ് പവർ ആണെങ്കിൽ 735.5 വാട്ട് തന്നെ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് മെക്കാനിക്കൽ പവർ ഹോഴ്സ് പവറിലാണ് റിപ്രസെന്റ് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ പവർ വാട്ടിലാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഹോഴ്സ് പവർ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറും ബ്രേക്ക് ഹോഴ്സ് പവറും. ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് എഞ്ചിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന പവറും, ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഷാഫ്റ്റിൽ അവൈലബിൾ ആവുന്ന യൂസ്ഫുൾ പവർ, വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു പവർ, അതിനെയാണ് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ആൻഡ് ബ്രിട്ടീഷ് ഹോഴ്സ് പവർ, മെട്രിക് ഹോഴ്സ് പവർ വാട്ട്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ് വാല്യൂ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ബ്രിട്ടീഷ് HP അല്ലെങ്കിൽ ഹോഴ്സ് പവർ 1 മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞു. അപ്പം 1 HP മെട്രിക് എന്താണ്, 1 HP ബ്രിട്ടീഷ്, അതായത് ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്താണ്, മെട്രിക് ഹോഴ്സ് പവർ എന്താണ്. അപ്പോ 1 മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാല് ഒരു ബോഡിയെ മൂവ് ചെയ്യാനോ ഡിസ്പ്ലേസ് ചെയ്യാനോ 75 കിലോഗ്രാം ഫോഴ്സ് യൂസ് ചെയ്ത് ഒരു ബോഡിയെ മൂവ് ചെയ്യാനോ ഡിസ്പ്ലേസ് ചെയ്യാനോ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ ഹോഴ്സ് പവറിനെയാണ് മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ ആക്ച്വലി 1 മീറ്റർ ഡിസ്റ്റൻസും 1 സെക്കൻഡും 1 സെക്കൻഡ് ടൈമുമാണ്. ഡിസ്റ്റൻസ് 1 മീറ്ററും 1 സെക്കൻഡ് ടൈം പീരിയഡുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബേസിക് ആയിട്ട്. അപ്പോൾ ഒരു ബോഡിയെ 1 മീറ്റർ ഡിസ്റ്റൻസിൽ 1 സെക്കൻഡിൽ മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്റെ സ്ഥാനം മാറ്റാൻ 75 കിലോഗ്രാം ഫോഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ അതിനെ 1 HP മെട്രിക് എന്ന് പറയും. 1 HP മെട്രിക് എന്ന് പറഞ്ഞാൽ 75 കിലോഗ്രാം മെട്രിക് പെർ സെക്കൻഡ് ആണ്. ഇനി 1 ബ്രിട്ടീഷ് ഹോഴ്സ് പവർ, ഇത് ആക്ച്വലി ഡെഫിനേഷൻ ആയിട്ട് അങ്ങനെ ചോദിക്കില്ല, ജസ്റ്റ് ഞാൻ മെട്രിക്കും ബ്രിട്ടീഷും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി എടുത്തിട്ടെന്നേ ഉള്ളൂ. ഇനി ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ വീണ്ടും 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ, ഇവിടെ 1 മീറ്റർ ഡിസ്റ്റൻസ് ആണ്, പക്ഷെ ഇവിടെ പറയുന്ന 1 ഫീറ്റ് ഡിസ്റ്റൻസിൽ 1 സെക്കൻഡിൽ ഒരു ബോഡിയെ പറയുന്ന പോലെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിക്കൽ പവർ, അതിനെയാണ് ബ്രിട്ടീഷ് ഹോഴ്സ് പവർ, അല്ലെങ്കിൽ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന പവർ, അതിനെയാണ് ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മെട്രിക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 75 kgm പെർ സെക്കൻഡും ഒരു ബ്രിട്ടീഷ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 550 lb ഫീറ്റ് പെർ സെക്കൻഡ്, അതായത് പൗണ്ട് എന്ന് പറയുമല്ലോ, പൗണ്ട് ഫോഴ്സ് എന്ന് പറയുമല്ലോ, അതാണ് LB എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി. ആക്ച്വലി ഇതങ്ങനെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, അറിയാൻ വേണ്ടി മാത്രം ഇട്ടതാണ്. ഇനി നമ്മൾ ഇത്രയും നോക്കിയതിലുള്ള ക്വാണ്ടിറ്റീസും യൂണിറ്റ്സും ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ടൊന്ന് കാണിച്ചിട്ടുള്ളതാണ്. കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ അല്ലെങ്കിൽ കുളൂം പെർ സെക്കൻഡ്, വോൾട്ടേജ് വോൾട്ട് ആണ്, അല്ലെങ്കിൽ വേറൊരു യൂണിറ്റ് നമ്മൾ പറഞ്ഞു വർക്ക് ഡൺ ബൈ ചാർജ്, അപ്പം ജൂൾ പെർ കുളൂംബാണ്. പവർ വാട്ട്സ്, എനർജി ജൂൾ അല്ലെങ്കിൽ വാട്ട് സെക്കൻഡ് അല്ലെങ്കിൽ കിലോ വാട്ട് അവർ. ഇത് വാട്ട് സെക്കൻഡും എനർജിയുടെ യൂണിറ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ നോക്കിയതിൽ ഒരെണ്ണം കൂടെയുണ്ട്, കിലോ വാട്ട് അവറും കൂടെയുണ്ട്. അപ്പം വാട്ട് സെക്കൻഡ് അല്ലെങ്കിൽ കിലോ വാട്ട് അവർ അല്ലെങ്കിൽ വാട്ട് അവർ എന്നും നമുക്ക് എടുക്കാം. റെസിസ്റ്റൻസ് ഓം, റെസിസ്റ്റിവിറ്റിയും നമ്മൾ നോക്കി, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഓം മീറ്റർ. അടുത്ത
നമ്മൾ ജനറലി ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. റെസിസ്റ്റൻസ് സീരീസും പാരലലും കണക്ട് ചെയ്യുമ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും. അപ്പം റെസിസ്റ്റൻസസ് സീരീസ് ആയിട്ട്, ഇപ്പൊ ഇവിടെ ഫിഗറിൽ 3 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന്റെ എൻഡ് പോയിന്റ് മറ്റേ റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കണക്ട് ചെയ്ത് അങ്ങനെ കോർത്ത് പോവുകയാണെങ്കിൽ അതിനാണ് സീരീസ് കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോ ഇവിടെ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുക, സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്റൻസ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ റെസിസ്റ്റൻസ് വഴി എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ എല്ലാ റെസിസ്റ്റൻസ് വഴിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഇവിടെ നോക്കിക്കേ, ഈ കറണ്ട് I തന്നെയാണ് R1 വഴിയും R2 വഴിയും R3 വഴിയും ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ വോൾട്ടേജ് ഓരോ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അതായത് റെസിസ്റ്റൻസ് വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ വോൾട്ടേജ് ഡിഫറെന്റ് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോ ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആയിരിക്കും, കറണ്ട് ത്രൂ ദി എലിമെന്റ്സ് സെയിം ആയിരിക്കും, പക്ഷേ വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? V is equal to V1 plus V2 plus V3. ആൻഡ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ എല്ലാ റെസിസ്റ്റൻസിനെയും ആഡ് ചെയ്ത് എഴുതുക. അപ്പം ഇവിടെ 3 റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് R1 plus R2 plus R3 അതാണ് ഈക്വാലന്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ പാരലലി കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. സോ അതിനു മുന്നേ സർക്യൂട്ടില് റെസിസ്റ്റൻസിന് ഒന്നിന് പുറകെ ഒന്നായിട്ട് അങ്ങനെ ഒന്നിന്റെ എൻഡ് അടുത്തതിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുവാണെങ്കിൽ അതിനെ സീരീസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നു. ഓരോ റെസിസ്റ്റൻസിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറെന്റ് ആണ് സീരീസ് സർക്യൂട്ടില്. കറണ്ട് എല്ലാ റെസിസ്റ്റൻസ് വഴിയും ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഓരോ വോൾട്ടേജിന്റെയും എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജിന്റെ സം ആയിരിക്കും ടോട്ടൽ വോൾട്ടേജ്. അതേപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിനെയൊക്കെ ആഡ് ചെയ്ത് എഴുതുക. ഇത് സീരീസ് റെസിസ്റ്റൻസ് ആണ്. ഇനി പാരലലി റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുവാണെങ്കിൽ, പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ റെസിസ്റ്റൻസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് ഒരുമിച്ചായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് ഈ റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് ഈ റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് മൂന്നാമത്തെ റെസിസ്റ്റൻസിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഫസ്റ്റ് എല്ലാ 3 റെസിസ്റ്റൻസിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റ് കോമൺ ആണ്, അതേപോലെ ഫിനിഷിംഗ് പോയിന്റും കോമൺ ആണ്. ഇങ്ങനെ വരുവാണെങ്കിൽ അതിനെ പാരലൽ കണക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് പാരലൽ സർക്യൂട്ട് എന്ന് പറയും. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും, എല്ലാ എലിമെന്റ് വഴിയും ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും, പക്ഷെ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് സെയിം ആയിരിക്കും, കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും. ഈ പോയിന്റ് ഒന്ന് ഓർമ്മിച്ചു വെക്കുക. സീരീസ് സർക്യൂട്ടില് കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെന്റ് ആയിരിക്കും. പാരലൽ സർക്യൂട്ടിൽ കറണ്ട് ഡിഫറെന്റ് ആയിരിക്കും, വോൾട്ടേജ് സെയിം ആയിരിക്കും. ആൻഡ് ഇവിടെ ടോട്ടൽ കറണ്ട്, ഇവിടെ നോക്കിക്കേ, ഈ കറണ്ട് ടോട്ടൽ കറണ്ട് I ആണ്. ഞാനിവിടെ 3 റെസിസ്റ്റൻസേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ കറണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? I1 plus I2 plus I3 അതാണ് ടോട്ടൽ കറണ്ട്. അതുപോലെ ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 1/R, 1 ടോട്ടൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ആദ്യത്തെ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ പ്ലസ് രണ്ടാമത്തെ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ പ്ലസ് മൂന്നാമത്തെ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ. ഇതൊന്ന് ഓർമ്മിക്കണം, ഇത് വിട്ടുപോകരുത്. 1/R ഈസ് ഈക്വൽ ടു ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് R ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കിട്ടുന്ന ആൻസർ ഇട്ട് കൊടുക്കുമ്പോഴേ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനിൽ പ്രോബ്ലംസ് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ പാരലൽ സർക്യൂട്ടില് 1/R എന്ന് പറയുന്നതാണ് 1/R1 plus 1/R2 plus 1/R3. അപ്പം ഇതിൽ നിന്ന് R നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ R കണ്ടുപിടിക്കുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണ്, R1 1 ohm, R2 1 ohm, R3 1 ohm എന്ന് വിചാരിക്കുക. അപ്പൊ 1/R1 എന്ന് പറയുന്നത് 1/1 ഈക്വൽ റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കുക. അപ്പൊ 1/R1 1 ആണ്, 1/R2 1 ആണ്, 1/R3 1 ആണ്. അപ്പൊ നമുക്ക് 1 plus 1 plus 1 ഈക്വൽ ടു 3 എന്ന് കിട്ടും. പക്ഷെ ഇവിടെ എന്താ കിടക്കുന്നത്? 1/R ആണ് 3. അപ്പം ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? R കണ്ടുപിടിക്കണം. അപ്പൊ R എന്തായിരിക്കും? R is equal to ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക, 1/3 എന്ന് പറഞ്ഞ് എടുക്കുക. അപ്പം ഇതാണ് ആൻസർ. അപ്പൊ സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെ.
ഓക്കെ, ഇനിയിപ്പം രണ്ട് റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ 2 റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. 1/R എന്ന് പറയുന്നത് വീണ്ടും ഈ തേർഡ് റെസിസ്റ്റൻസ് അങ്ങ് വിട്ട് കളയുക. 1/R1 + 1/R2 എന്നിട്ട് R = എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ 2 റെസിസ്റ്റൻസ് പാരലലി കണക്ട് ചെയ്യുവാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് R is equal to R1 R2 divided by R1 plus R2. ഇങ്ങനെ 2 റെസിസ്റ്റൻസ് മാത്രം ഉണ്ടെങ്കിലുള്ള ഫോർമുലയാണ് ഇത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് റെസിപ്രോക്കൽ ഒന്നും എടുക്കണ്ട, ഡയറക്ട്ലി തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തങ്ങ് പോവാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നും 1 ohm റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? R is equal to 1 × 1 divided by 1 + 1, അതായത് 1/2 equal to 0.5 ohm എന്ന് എഴുതാം. അതായത് ഈ ഒരു രീതിയിൽ ചെയ്താലും സെയിം ആണ് കിട്ടുന്നത്. എങ്ങനെ വരും? 1/1 + 1/1. അപ്പൊ നമുക്ക് 1/R is equal to 1 + 1 2 എന്ന് കിട്ടും. R is equal to 1/2 equal to 0.5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്യുക, കാരണം ഫോർമുല അപ്ലൈ ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. 2 റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ ഒരു ഫോർമുല തന്നെ ആയിരിക്കും നല്ലത്. അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. R1 R2. അപ്പൊ റെസിപ്രോക്കൽ എടുക്കുന്ന കാര്യം വിട്ടും പോവില്ല. ഓക്കെ, അപ്പൊ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിക്കില്ല എന്ന് തോന്നുന്നു. അപ്പം R1 R2 ഡിവൈഡ് ബൈ R1 + R2 ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈക്വലന്റ് റെസിസ്റ്റൻസ് REQ എന്നോ R total എന്നോ നമുക്ക് എടുക്കാം പാരലൽ കോമ്പിനേഷനിൽ. ഓക്കെ, അടുത്തത് കിർച്ചോഫ് ലോസ് ആണ്. അപ്പം കിർച്ചോഫ് പ്രപ്പോസ് ചെയ്ത 2 ലോസ് ഉണ്ട്. കറണ്ട് ലോയും ഉണ്ട്, വോൾട്ടേജ് ലോയും ഉണ്ട്. ആദ്യം കറണ്ട് ലോ എന്താണെന്ന് നോക്കാം. അപ്പം ഇതാണ് കിർച്ചോഫ്സ് കറന്റ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. അറ്റ് ഈച്ച് ജംഗ്ഷൻ സം ഓഫ് ഇൻകമിംഗ് കറന്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറന്റ്. അല്ലാന്നുണ്ടെങ്കിൽ അൾജിബ്രൈക് സം ഓഫ് ഓൾ ബ്രാഞ്ച് കറന്റ്സ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ നോഡ് ഈസ് 0. ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ചിലപ്പോൾ ഓപ്ഷൻസ് കൊടുത്തിട്ട് കിർച്ചോഫ് കറന്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, അപ്പോ കിർച്ചോഫ് ലോ കറന്റ് ലോ എന്താ പറയുന്നത്? കിർച്ചോഫ് കറന്റ് ലോയിനെ KCL എന്നാണ് അബ്രിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കിർച്ചോഫ് കറന്റ് ലോയെ KCL എന്നാണ് അബ്രിവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കിക്കേ, 5 കറണ്ട് കാണിച്ചിട്ടുണ്ട്. 5 കറണ്ടിന്റെയും ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. അപ്പം ഈ 5 ബ്രാഞ്ചും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പൊ 5 കറണ്ട് I1 I2 I3 I4 I5 5 കറണ്ട് ഉണ്ട്. I1 ഈ നോഡ് അല്ലെങ്കിൽ നമുക്ക് ജംഗ്ഷൻ എന്ന് പറയാം. I1 ഈ ജംഗ്ഷനിലോട്ടാ ഫ്ലോ ചെയ്യുന്നത്. I2 ജംഗ്ഷനിലോട്ടാ ഫ്ലോ ചെയ്യുന്നത്. I3 ആണെങ്കിലോ ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടാ ഫ്ലോ ചെയ്യുന്നത്. I4ഉം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട്, I5ഉം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട്. ഇനി ലോയിലോട്ട് വരാം. അറ്റ് ഈച്ച് ജംഗ്ഷൻ സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് വെച്ചാൽ എന്താ? ഈ നോഡിലോട്ട് അല്ലെങ്കിൽ ജംഗ്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയാണ് ഇൻകമിംഗ് കറണ്ട് എന്നും ജംഗ്ഷനിൽ നിന്ന് വെളിയിലോട്ട് പോകുന്ന കറണ്ടിനെയാണ് ഔട്ട് ഗോയിങ് കറണ്ട് എന്നും പറയുന്നത്. ഓക്കെ, ജംഗ്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഇൻകമിംഗ് കറണ്ട് എന്നും ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കറണ്ടിനെ ഔട്ട് ഗോയിങ് കറണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ കിർച്ചോഫ്സ് ലോ അനുസരിച്ച് നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഏതൊക്കെയാണ് ജംഗ്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്നത് നോക്കിക്കേ. I1ഉം I2ഉം ആണ് ജംഗ്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്നത്. അതേസമയം I3 I4 I5 മൂന്നും ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടാ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I1 സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പൊ I1 + I2 രണ്ടും ഇൻകമിംഗ് കറണ്ട്സ് ആണ്, കാരണം ജംഗ്ഷനെ നോക്കി ഫ്ലോ ചെയ്യുന്നു. ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്സ് എന്ന് പറയുമ്പോൾ I3 + I4 + I5. എന്തുകൊണ്ട് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നു? ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഫ്ലോ ചെയ്യുന്നത് കൊണ്ടാണ് ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. I1 + I2 ഈക്വൽ ടു I3 + I4 + I5. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? അൾജിബ്രൈക് സം ഓഫ് ഓൾ ബ്രാഞ്ച് കറണ്ട്സ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ നോഡ് 0. അതായത് ഇങ്ങനെ സിഗ്മ I ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് I1 + I2 + I3 + I4 + I5 ഈക്വൽ ടു 0. പക്ഷേ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് അതാണ് അൾജിബ്രൈക് സം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചെയ്യുമ്പോഴത്തേക്കും ബ്രാഞ്ചിനെ നോക്കി ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ സൈൻ പോസിറ്റീവ് എന്നും ബ്രാഞ്ചിൽ നിന്ന് പുറത്തോട്ട് ഔട്ട് ഗോയിങ് കറണ്ടിന്റെ സൈൻ നെഗറ്റീവ് എന്നും എടുക്കണം.
ഓക്കെ, ഇപ്പൊ ഇവിടെ I1 I2 തന്നിട്ടുള്ളൂ, വാല്യൂസ് തരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഓക്കെ ആണ്. ഓക്കെ, അപ്പം ഇതിനനുസരിച്ച് നമുക്ക് സെക്കൻഡ് പോയിന്റിനനുസരിച്ച് ഇക്വേഷൻ എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 ഔട്ട് ഗോയിങ് കറൻസിനെല്ലാം നെഗറ്റീവ് സൈൻ യൂസ് ചെയ്ത് റിപ്രസെന്റ് ചെയ്യാം. -I3 -I4 -I5 ഈക്വൽ ടു 0 എന്ന് റിപ്രസെന്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം അൾജിബ്രൈക് സം എന്ന് പറയുമ്പോൾ പ്ലസ് ഇടാം, പക്ഷേ പ്ലസ് -I3 പ്ലസ് -I4 പ്ലസ് -I5 അങ്ങനെ വേണമെങ്കിലും ഇടാം. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് കറണ്ട് ലോ. സം ഓഫ് ഇൻകമിംഗ് കറണ്ട് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അല്ലെങ്കിൽ അൾജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ നോഡ് ഇസ് 0. അപ്പൊ ഇതാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ. അടുത്ത് വരുന്നത് കിർച്ചോഫ് വോൾട്ടേജ് ലോ. വോൾട്ടേജ് ലോ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ക്ലോസ്ഡ് പാത്ത് എടുക്കുവാണെങ്കിൽ ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് 0, അതായത് എത്ര വോൾട്ടേജുകൾ ഉണ്ടോ അതിന്റെ സം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പൊ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടില് ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് ഈക്വൽ ടു 0, അതായത് സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അതായത് എത്ര വോൾട്ടേജ് സോഴ്സ് ഉണ്ടോ അതിന്റെ ഡയറക്ഷൻ അനുസരിച്ച്, ഓക്കെ, അതിന്റെ ഡയറക്ഷൻ അനുസരിച്ച് എങ്ങനെയാണോ ബാറ്ററി സോഴ്സും അല്ലെങ്കിൽ വോൾട്ടേജും റീപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, സൈൻ കൺവെൻഷൻസ് ഉണ്ടല്ലോ, സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്ത് 3 വോൾട്ടേജ്, ഇവിടെ ഇപ്പൊ 3 സോഴ്സസ് ഉണ്ട്, 3നെയും ആഡ് ചെയ്ത് ഈക്വൽ ടു 0, അല്ലെങ്കിൽ ആൽജിബ്രൈക് സം ഓഫ് പൊട്ടൻഷ്യൽ റൈസ് ആൻഡ് ഡ്രോപ്പ് അറൌണ്ട് എ ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു 0. ഇതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ്. ഇപ്പം ഇവിടെ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. സോഴ്സ് VS എന്ന് എടുത്തിരിക്കുന്നു, 2 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1, ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2. അപ്പൊ സൈൻ കൺവെൻഷൻ, കറണ്ട് ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പ്ലസ് മൈനസ് എന്നാണ് നമ്മൾ റീപ്രസെന്റ് ചെയ്യുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എന്നുള്ള രീതിയിലാണ് റീപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇവിടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്, സോ പ്ലസ് VS എന്ന് വരും. ഇവിടെ പ്ലസ് മൈനസിലോട്ടാണ്, അപ്പൊ -V1 എന്ന് എഴുതി. വീണ്ടും പ്ലസ് മൈനസിലോട്ട് ആയതുകൊണ്ട് -V2 ഈക്വൽ ടു 0. അപ്പൊ ഇത് രണ്ടും നെഗറ്റീവ് ആണല്ലോ, അപ്പൊ ഇതിനെ രണ്ടിനെയും ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കാം. അപ്പൊ VS എന്ന് പറയുന്നത് എന്താണ്? V1 പ്ലസ് V2. ഓക്കെ, അപ്പൊ ഇത് വേണമെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഇടാം. VS രണ്ടിലും മൈനസ് കോമൺ ആണ്, അപ്പൊ മൈനസ് പുറത്തെടുത്താല് V1 പ്ലസ് V2 ഈക്വൽ ടു 0 എന്ന് വരും. എന്നിട്ട് ഈ മൊത്തം മൈനസ് ടേമിനെയും അപ്പുറത്തോട്ട് കൊണ്ടുപോവാ, അപ്പോൾ ഈ സ്റ്റെപ്പായി VS ഈക്വൽ ടു V1 പ്ലസ് V2. ഇനി ഓംസ് ലോ അനുസരിച്ച് V1 എന്താണ്? ഇപ്പൊ നമുക്ക് R1 വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I1 എന്നും R2 വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ I2 എന്നും എടുക്കാം. R1 വഴിയുള്ള കറണ്ടിനെ I1 എന്നും R2 വഴിയുള്ള കറണ്ടിനെ I2 എന്നും എടുക്കാം. അങ്ങനെയാണെങ്കിൽ V1 എന്ന് പറയുന്നത് I1 R1 ഉം V2 എന്ന് പറയുന്നത് I2 R2 ഉം ആണ്. അപ്പൊ VS എങ്ങനെ എഴുതാം? V1 പ്ലസ് V2, അതായത് I1 R1 പ്ലസ് I2 R2. ഓക്കെ, ഇതാണ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ. അപ്പൊ കിർച്ചോഫ്സ് കറണ്ട് ലോ അനുസരിച്ച് ആൽജിബ്രൈക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് അല്ലെങ്കിൽ ജംഗ്ഷൻ 0. ഇവിടെ ഇൻ എ ക്ലോസ്ഡ് പാത്ത് ആൽജിബ്രൈക് സം ഓഫ് വോൾട്ടേജ് ഈക്വൽ ടു 0, അല്ലെങ്കിൽ സം ഓഫ് പൊട്ടൻഷ്യൽ റൈസ് ആൻഡ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു 0. പക്ഷെ പാത്ത് ക്ലോസ്ഡ് ആയിരിക്കും, അതും കൂടെ ഓർമ്മിക്കുക. ഓക്കെ, ഇനി വരുന്നത് നെറ്റ്വർക്ക് തിയറമാണ്. അപ്പൊ നമ്മൾ ഇവിടെ 4 തിയറംസ് ആണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. തെവനൈൻസ് തിയറം, നോർട്ടൺസ് തിയറം, സൂപ്പർ പൊസിഷൻ തിയറം, പിന്നെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പൊ ഇന്ന് 1-2 തിയറം, ടൈമിനനുസരിച്ച് 1-2 തിയറം ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് തെവനൈൻസ് തിയറം ആണ്. അപ്പൊ ഇവിടെ ഞാൻ എന്താണ് തെവനൈൻസ് തിയറം, ഇക്വേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് മാത്രമേ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോ തെവനൈൻസ് തിയറം. തെവനൈൻസ് തിയറം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോ ഒരു സർക്യൂട്ടില് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, റെസിസ്റ്റൻസ് ഇതെല്ലാം ഉണ്ടായിരിക്കും അല്ലെ. ഒരു സർക്യൂട്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരിക്കും, കറണ്ട് സോഴ്സ് ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പല കമ്പോണന്റ്. DC ആണ്, DC നെറ്റ്വർക്ക് തിയറമാണ്. അപ്പം DC കമ്പോണന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടായിരിക്കും, പിന്നെ വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും. അപ്പോ ഒരു ലീനിയർ സർക്യൂട്ടില് വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, റെസിസ്റ്റൻസ് ഒക്കെ ഉള്ള ഒരു ലീനിയർ സർക്യൂട്ടിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എങ്ങനെ? ഒരു വോൾട്ടേജ് സോഴ്സും ഒരു സിംഗിൾ റെസിസ്റ്റൻസുമായിട്ട് നമുക്ക് ആ ഒരു സർക്യൂട്ടിനെ കൺവേർട്ട് ചെയ്യാം. അതാണ് തെവനൈൻസ് തിയറം പറയുന്നത്.
ആ സിംപ്ലിഫൈഡ് വോൾട്ടേജ് സോഴ്സിനെ VTH അല്ലെങ്കിൽ അതിന്റെ വോൾട്ടേജിനെ തെവനൈൻസ് വോൾട്ടേജ് VTH എന്നും നമ്മൾ എടുക്കുന്ന ഈക്വലന്റ് റെസിസ്റ്റൻസിനെ RTH എന്നും എടുക്കാം. RTH എന്ന് പറഞ്ഞാൽ തെവനൈൻസ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്ന സർക്യൂട്ടിന് പറയുന്നത് തെവനൈൻസ് ഈക്വലന്റ് സർക്യൂട്ട് ആണ്. അപ്പോ VTH എന്ന് പറഞ്ഞാൽ തെവനൈൻസ് വോൾട്ടേജ് ആണ്. അതൊരു ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ലോഡിന് അക്രോസ് ആയിട്ട് ഒക്കറാവുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. ലീനിയർ സർക്യൂട്ടിൽ മാത്രമേ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇപ്പം വേറെ എലിമെന്റ്സ് നമ്മുടെ വോൾട്ടേജ് സോഴ്സ്, കറണ്ട് സോഴ്സ്, റെസിസ്റ്റൻസ് അല്ലാത്ത സെമി കണ്ടക്ടർ കമ്പോണൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ തെവനൈൻസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് സോഴ്സോ കറണ്ട് സോഴ്സോ റെസിസ്റ്റൻസോ ഒക്കെ ഉള്ള ഒരു സർക്യൂട്ടിന് മാത്രമേ തെവനൈൻസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല, നമുക്കൊരു സർക്യൂട്ട് തരുവാണെങ്കിൽ അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആയ തെവനൈൻസ് വോൾട്ടേജ് കണ്ടുപിടിക്കണം, തെവനൈൻസ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് അതിനെ സിംപ്ലിഫൈ ചെയ്ത് വരയ്ക്കുക. അപ്പൊ അതിന്റെ ഫിഗർ കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു സർക്യൂട്ട് ആണെന്ന് വിചാരിക്കുക. ഇത് ലോഡ് റെസിസ്റ്റൻസ് ആണ്. ഇതിൽ പല വോൾട്ടേജ് സോഴ്സും കറണ്ട് സോഴ്സും റെസിസ്റ്റൻസും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിനെയൊക്കെ ഈ കോംപ്ലക്സ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് തെവനൈൻസ് തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കോംപ്ലക്സ് സർക്യൂട്ടിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു വോൾട്ടേജ് സോഴ്സും ഒരു റെസിസ്റ്റൻസും തെവനൈൻസ് റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരിക. അപ്പൊ കിർച്ചോസ് വോൾട്ടേജ് ലോ അനുസരിച്ച് വി തെവനൈൻ എന്ന് പറയുന്നത്, അതായത് ക്രിച്ചോസ് വോൾട്ടേജ് ലോയും ഓംസ് ലോയും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുവാണ്. അപ്പൊ ഓംസ് ലോ അനുസരിച്ച് V = IR ആണല്ലോ. അപ്പൊ വി തെവനൈൻസ് വോൾട്ടേജ് എന്ന് പറയുന്നത് കറണ്ട് നമുക്ക് I എന്ന് എടുക്കാം. I ഇൻറ്റു ഈ രണ്ട് റെസിസ്റ്റൻസിന്റെയും സം RTH + RL. ഇതിൽ നിന്ന് നമുക്ക് കറണ്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. I എന്ന് പറയുന്നത് VTH / RTH + RL. ഓക്കെ, ആൻഡ് ഇതിന് സ്റ്റെപ്സ് ഉണ്ട്. എങ്ങനെയാണ് നമുക്ക് RTH കണ്ടുപിടിക്കുന്നത്, എങ്ങനെയാണ് VTH കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തെവനൈൻസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പവർ സോഴ്സസിനെ എല്ലാം റിമൂവ് ചെയ്യണം. ഓക്കെ, പവർ സോഴ്സസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ പവർ സോഴ്സസിനെയും റിമൂവ് ചെയ്യണം. വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അതായത് ഇപ്പം ഇങ്ങനെ ഒരു റെസിസ്റ്റൻസും ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സും ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഷോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അഥവാ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം ഇവിടെ ഒരു ബ്രാഞ്ചില് ഇങ്ങനെ ഒരു കറണ്ട് സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ കറണ്ടിനെ റിമൂവ് ചെയ്തിട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. അപ്പൊ ഷോർട്ട് സർക്യൂട്ട് ദി വോൾട്ടേജ് സോഴ്സസ്, ഓപ്പൺ സർക്യൂട്ട് ദി കറണ്ട് സോഴ്സസ്. അപ്പോ കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. അപ്പൊ ബാക്കി ആ സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? റെസിസ്റ്റൻസ് മാത്രമല്ലേ കാണുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ആ റെസിസ്റ്റൻസിനെ മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈക്വലന്റ് റെസിസ്റ്റൻസ് ഇസ് കാൽക്കുലേറ്റഡ് ബൈ മേക്കിംഗ് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസസ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. പവർ സോഴ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ബാക്കി റെസിസ്റ്റൻസ് സീരീസ് പാരലൽ കോമ്പിനേഷനിൽ റെസിസ്റ്റൻസ് മാത്രമേ കാണുള്ളൂ. അപ്പോഴെന്ത് ചെയ്യണം? റെസിസ്റ്റൻസിനെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആ ഫോർമുല ഉപയോഗിച്ചിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ആ റെസിസ്റ്റൻസിനെയാണ് തെവനൈൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ 3 പോയിന്റ് ആണ്. പവർ സോഴ്സ് റിമൂവ് ചെയ്യുക, വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, എന്നിട്ട് റെസിസ്റ്റൻസിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ ആ ഫോർമുല ഉപയോഗിച്ച് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് തെവനൈൻസ് റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത തെവനൈൻസ് വോൾട്ടേജ് VTH എന്ന് പറഞ്ഞാൽ V ഈക്വലന്റിലെ VTH ആണ്. അതിന് എന്ത് ചെയ്യണം? ലോഡിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ലോഡ് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ ലോഡിന് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ലോഡിനെ മാറ്റിക്കളയുക, എന്നിട്ട് ലോഡ് ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുക. അപ്പം തെവനൈൻസ് ഈക്വലന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ ലോഡിന്റെ 2 ടെർമിനലിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു വോൾട്ടേജ് ആയിരിക്കും. സോ ഇതിന് ലോഡിനെ മാറ്റിക്കളയുക, ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യും. ഇപ്പൊ കോംപ്ലക്സ് സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് അത് കാൽക്കുലേറ്റ് KVL ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് തെവനൈൻസ് വോൾട്ടേജും കിട്ടും, തെവനൈൻസ് റെസിസ്റ്റൻസും കിട്ടും. ലോഡ് റെസിസ്റ്റൻസ് ഓൾറെഡി അറിയാവുന്നതാണ്. അപ്പം തെവനൈൻസ് വോൾട്ടേജും തെവനൈൻസ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഉണ്ടെങ്കിൽ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അതാണ് തെവനൈൻസ് തിയറം. അടുത്തുള്ളത് നോർട്ടൺസ് തിയറം ആണ്. നോർട്ടൺസ് തിയറം എഗെയിൻ തെവനൈൻസ് തിയറം പോലെ തന്നെ, പക്ഷേ തെവനൈൻ സർക്യൂട്ട് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? ഒരു വോൾട്ടേജ് സോഴ്സ്
സീരീസ് വിത്ത് തെവനൈൻസ് റെസിസ്റ്റൻസ് പിന്നെ ലോഡ് റെസിസ്റ്റൻസ്. ഇതിന്റെ പാരലൽ ആയിട്ട് വരും നോർട്ടൺ സർക്യൂട്ട്. നോർട്ടൺസ് തിയറം അനുസരിച്ച് ഇപ്പൊ ഒരു കോംപ്ലക്സ് നെറ്റ്വർക്ക് ഉണ്ട്, ലീനിയർ എലിമെന്റ്സും സോഴ്സസും വോൾട്ടേജ് സോഴ്സ് കറണ്ട് സോഴ്സ് ഒക്കെയുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ലോഡാണ്. ഇതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഒരു കറണ്ട് സോഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഈക്വലന്റ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ അതിന് നമുക്ക് തെവനിൻസ് റെസിസ്റ്റൻസ് എന്ന് പറയാം, പിന്നെ ലോഡും കൂടെ. ഓക്കെ, അപ്പോ ഇവിടെ ഇതാണ് സ്റ്റേറ്റ്മെന്റ്. എനി ലീനിയർ സർക്യൂട്ട് ക്യാൻ ബി സിംപ്ലിഫൈഡ് ടു ആൻ ഈക്വലന്റ് സർക്യൂട്ട് വിത്ത് ഒരു കറണ്ട് സോഴ്സും പാരലൽ വിത്ത് റെസിസ്റ്റൻസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് കണക്റ്റഡ് ടു എ ലോഡ്. ഓക്കെ, ഈ സർക്യൂട്ടിന് പറയുന്ന പേരാണ് നോർട്ടൺസ് ഈക്വലന്റ് സർക്യൂട്ട്. അപ്പൊ തെവനിൻസ് തിയറത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പാരലൽ എന്നുള്ള രീതിയിലായിരിക്കും നോർട്ടൺസ് തിയറം അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ കോംപ്ലക്സ് നെറ്റ്വർക്കിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് സർക്യൂട്ടിന്റെ സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ് ഒക്കെ കണ്ടുപിടിക്കാനാണ് നോർട്ടൺസ് തിയറം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതിന്റെ ഇക്വേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. R(Thevenin ഡിവൈഡഡ് ബൈ ഓക്കെ, ഇതാണ് നോർട്ടൺസ് തിയറം. ആൻഡ് ഇവിടെയും നോർട്ടൺസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുന്നു, നോർട്ടൺസ് ഈക്വലന്റ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നു. നേരത്തെ VTH RTH അല്ലേ, ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ റെസിസ്റ്റൻസും കറണ്ടും ആണ്. അപ്പോൾ നോർട്ടൺസ് ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് തെവനിൻസ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ് തന്നെയാണ്. ആദ്യം പവർ സോഴ്സസ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇനി വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. നേരത്തെ പറഞ്ഞ കണക്കേന് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, റെസിസ്റ്റൻസിനെയും ഓപ്പൺ ചെയ്യുക, ലോഡ് റെസിസ്റ്റൻസിനെയും ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇനി ലോഡ് ടെർമിനൽസിന് അക്രോസ് ആയിട്ടുള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. അപ്പം റെസിസ്റ്റൻസും കിട്ടി, വോൾട്ടേജും കിട്ടി. ഇനിയുള്ളത് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം, നോർട്ടൺസ് ഈക്വലന്റ് കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത്. അപ്പൊ ഈ നോർട്ടൺ കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് ലോഡ് റെസിസ്റ്റൻസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ഷോർട്ട് സർക്യൂട്ട് ബ്രാഞ്ച്, അതായത് ലോഡ് റെസിസ്റ്റൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ ലോഡ് റെസിസ്റ്റൻസ് കളയണം എന്നാണ്. ഇവിടെ ലോഡ് റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ആ ഷോർട്ട് സർക്യൂട്ടഡ് ബ്രാഞ്ചിൽ, അതായത് ഇവിടെ ഈ ലോഡ് റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ഇതുവഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ് എന്നുള്ളത് നോക്കുക. ഈ നോർട്ടൺ കറണ്ടിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നും പറയും. ഓക്കെ, ആൻഡ് നോർട്ടൺ ഈക്വലന്റ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ തെവനിൻസ് വോൾട്ടേജും നോർട്ടൺസ് കറണ്ടും വെച്ചിട്ട് ഈക്വലന്റ് റെസിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, R ഈക്വലന്റ് എന്ന് പറയുന്നത് VTH ഡിവൈഡഡ് ബൈ IN, ആൻഡ് നോർട്ടൺ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് RN എന്നും നമുക്ക് റീപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന കറണ്ടിനെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC എന്നും, വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ റെസിസ്റ്റൻസിനെ നമ്മൾ കളയുന്നു, ഓപ്പൺ സർക്യൂട്ട് ആണ് ചെയ്യുന്നത് ലോഡ് റെസിസ്റ്റൻസിനെ, അതുകൊണ്ട് ആ വോൾട്ടേജിനെ VOC എന്നും എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈക്വലന്റ് റെസിസ്റ്റൻസും കറണ്ടും കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജും വേണം, നോർട്ടൺസ് കറണ്ടും വേണം. വോൾട്ടേജ് കിട്ടുന്ന പ്രോസസ്സ് പറഞ്ഞു. വോൾട്ടേജ് സോഴ്സിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, കറണ്ട് സോഴ്സിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ലോഡ് റെസിസ്റ്റൻസ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കുക. കറണ്ടിന് എന്ത് ചെയ്യണം, ലോഡ് റെസിസ്റ്റൻസിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, അതുവഴിയുള്ള കറണ്ട് കണ്ടുപിടിക്കുക, അതാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ബൈ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് R ഈക്വലന്റ്. ഓക്കെ, അടുത്തത് സൂപ്പർ പൊസിഷൻ തിയറമാണ്. സൂപ്പർ പൊസിഷൻ തിയറം വേറൊന്നുമല്ല. സൂപ്പർ പൊസിഷൻ തിയറം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ കൂടുതൽ സോഴ്സസ് ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ടോട്ടൽ കറണ്ട്, ഇത് സിമ്പിൾ ആയിട്ട് എങ്ങനെ പറയാന്ന് വെച്ചാൽ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് കറണ്ട് അക്രോസ് ഈച്ച് എലിമെന്റ്, അതാണ് സൂപ്പർ പൊസിഷൻ തിയറം പറയുന്നത്. ഓക്കെ, അപ്പോ മോർ ദാൻ വൺ സോഴ്സ് ഉള്ള ഒരു സർക്യൂട്ടില് ഒരു എലിമെന്റിന്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാല് ഒരു സമയത്ത് ഒരു സോഴ്സ് ഒക്കറാവുന്നു, അതായത് ഒരു സമയത്ത് ഒരു സോഴ്സ് ആക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എടുത്തിട്ട് ആ സോഴ്സിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 3 സോഴ്സ് ഉണ്ടെങ്കിൽ ആദ്യം ഒരു സോഴ്സ് മാത്രം ആക്ട് ചെയ്യുന്നു, അതിനുശേഷം രണ്ടാമത്തെ സോഴ്സ് മാത്രം, മൂന്നാമത്തെ സോഴ്സ് മാത്രം. അപ്പൊ നമുക്ക് 3 ഡിഫറെന്റ് കറണ്ട് കിട്ടും അല്ലെ. അപ്പം ഈ 3 കറണ്ടിനെയും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കറണ്ട് നമുക്ക് കിട്ടും. അതാണ് സൂപ്പർ പൊസിഷൻ തിയറം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ്. ഇപ്പം current, total current will be equal to sum of current flowing when
ഓരോ സോഴ്സും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കും ആ സോഴ്സ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് സൂപ്പർ പൊസിഷൻ തിയറം. അതായത് ആ കറണ്ട് എന്ന് പറയുന്നത് ഓരോ കറണ്ടിന്റെയും അൾജിബ്രൈക് സം ആണ്. ഓക്കെ, അപ്പോ 3 സോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യത്തെ സോഴ്സ് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്യുക. ആദ്യത്തെ സോഴ്സ് മാത്രം വെച്ചിട്ട് അതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് നോക്കുക. രണ്ടാമത്തെ സോഴ്സ് മാത്രം വെച്ചിട്ട് അതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് നോക്കുക. മൂന്നാമത്തെ സോഴ്സ് മാത്രം വെച്ചിട്ട് അതിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് നോക്കുക. എന്നിട്ട് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് ഈ 3ന്റെയും സം. അതാണ് സൂപ്പർ പൊസിഷൻ തിയറം. ആൻഡ് സൂപ്പർ പൊസിഷൻ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ മോർ ദാൻ 1 സോഴ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, മോർ ദാൻ 1 സോഴ്സ് സർക്യൂട്ടിൽ കണക്ട് ചെയ്താൽ മാത്രമേ സൂപ്പർ പൊസിഷൻ തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്തത് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആണ്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം അനുസരിച്ച് എന്താണ്, മാക്സിമം പവർ എപ്പോഴാണോ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഈ തിയറം AC സർക്യൂട്ടിലും DC സർക്യൂട്ടിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ AC സർക്യൂട്ടിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നു എങ്കിൽ റെസിസ്റ്റൻസിന് പകരം ഇംപിഡൻസ് എടുക്കുക. ഓക്കെ, AC സർക്യൂട്ടിലാണ് അപ്ലൈ ചെയ്യുന്നുവെങ്കിൽ റെസിസ്റ്റൻസിന് പകരം ഇംപിഡൻസ് എടുക്കുക. ഇനി കറണ്ട് കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്, VTH ഡിവൈഡ് ബൈ RTH പ്ലസ് RL. VTHും RTHും എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് തെവനൈൻസ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ VTH RTH കണ്ടുപിടിക്കാം. പവർ അക്രോസ് ദ ലോഡ് എന്ന് പറയുന്നത് I² ഇൻറ്റു R. നമ്മൾ ഓംസ് ലോ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. I² ഇൻറ്റു RL ആണ് പവർ അക്രോസ് ദ ലോഡ്. ഇവിടെ RL എന്ന് എടുക്കാൻ കാരണം ലോഡ് റെസിസ്റ്റൻസ് ആയതുകൊണ്ടാണ് പവർ അക്രോസ് ലോഡിന് ലോഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി I എന്താ, VTH ഡിവൈഡ് ബൈ RTH പ്ലസ് RL. ആ വാല്യൂ ഇതിലോട്ട് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ വാല്യൂ ഈ കറണ്ടിന്റെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ കറണ്ടിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, PL ഈക്വൽ ടു VTH ഡിവൈഡ് ബൈ RTH പ്ലസ് RL ദി ഹോൾ സ്ക്വയർ ഇൻറ്റു RL എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ആക്ച്വലി മാക്സിമം പവർ അല്ലേ, മാക്സിമം പവർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ് തിയറം പറയുന്നത്. അപ്പൊ മാക്സിമം പവർ കിട്ടാൻ എന്താണ്, ഈ ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു RL ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ വാല്യൂവിനെ 0ക്ക് ഈക്വേറ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ സ്റ്റെപ്സ് ഒന്നും വേണ്ട, നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ RTH ഈക്വൽ ടു RL എന്ന് കിട്ടും. അപ്പൊ മാക്സിമം പവർ ട്രാൻസ്ഫർ എപ്പോഴാ ഒക്കറാവുന്നത്, VTH ഡിവൈഡഡ് ബൈ RTHന് പകരം RL ഇടുക, അല്ലെങ്കിൽ RLന് പകരം RTH ഇടുക. അപ്പൊ VTH ഡിവൈഡ് ബൈ RTH പ്ലസ് RTH ഇൻറ്റു RTH. അതായത് ഈ RLും ഈ RLനും പകരം RTH തെവനൈൻസ് റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇവിടെ നോക്കിക്കേ, RTH പ്ലസ് RTH ഇവിടെ എന്താ കിട്ടുന്നത്, 2RTH. അപ്പൊ ഇവിടെ VTH സ്ക്വയർ ഇൻറ്റു ഇതിന് പകരം RTH എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ RTH പ്ലസ് RTH 2RTH. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടും, VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു RTH ദ ഹോൾ സ്ക്വയർ. ഓക്കെ, കാരണം മൊത്തത്തിൽ സ്ക്വയർ ഉണ്ട്, ഹോൾ സ്ക്വയർ ഇൻറ്റു RTH എന്ന് കിട്ടും. ഓക്കെ, ഇപ്പൊ 2 ഇൻറ്റു RTH എന്ന് പറയുന്നത് എന്താണ്, 4 ഇൻറ്റു RTH സ്ക്വയർ എന്ന് വരും. ഓക്കെ, 4 ഇൻറ്റു RTH സ്ക്വയർ എന്ന് വരും. അപ്പോ ഒരു RTHും ഒരു RTHും ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്, VTH സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു RTH. അപ്പൊ വേറൊന്നും വേണ്ട, ഈ ഒരു ഫോർമുല മാത്രം, Pmax ഈക്വൽ ടു VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 ഇൻറ്റു RTH. ഈ ഫോർമുല മാത്രം ഓർമ്മിച്ചു വയ്ക്കുക. ഇതാണ് മാക്സിമം പവർ കണ്ടുപിടിക്കേണ്ട ഫോർമുല. അപ്പൊ ഇവിടെ നമ്മൾ തെവനൈൻസ് തിയറവും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തെവനൈൻസ് വോൾട്ടേജും തെവനൈൻസ് ഈക്വലന്റ് റെസിസ്റ്റൻസും കണ്ടുപിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ടു ദ സർക്യൂട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ജൂനിയർ ഇൻസ്പെക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് പരീക്ഷ 2024 നവംബർ 28 നടക്കാനിരിക്കുകയാണ്. ഈ ഒരു പരീക്ഷയ്ക്ക് ഉയർന്ന റാങ്ക് ആണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിലിതാ വിജയചരിത്രം ആവർത്തിക്കുവാനായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ടെക് PSCയുടെ എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിനൊപ്പം നിങ്ങൾക്കും ഇന്ന് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം. കേരളത്തിലെ തന്നെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും. ഫുൾ സിലബസ് ബേസ്ഡ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് അതർ സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ.
എന്നിവ അടങ്ങിയ ഈ ഒരു ഉഗ്രൻ കോംബോ പാക്കേജ് ഇന്ന് തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ ഓണം സ്പെഷ്യൽ ഓഫറായ വെറും 1999 എന്ന നിസ്സാരമായ പ്രൈസിൽ. അപ്പോൾ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.